മക്കളെ ഒരു 3 വർഷങ്ങൾക്ക് മുന്നേ 2 ക്വസ്റ്റ്യൻ ഈ ഒറ്റ ബോക്സിൽ നിന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം, മെറ്റബോലൈറ്റ്സ് നമ്മളിലെ പ്രൈമറി മെറ്റബോലൈറ്റ്സിനെയും സെക്കൻഡറി മെറ്റബോലൈറ്റ്സിനെയും നമ്മൾ എവിടെ പഠിക്കുന്നുണ്ട്? ബയോമോളിക്യൂളിൽ പഠിക്കുന്നുണ്ട്. ഈ ബയോമോളിക്യൂളിൽ നമുക്കറിയാം എന്താ പ്രൈമറി മെറ്റബോലൈറ്റ്സ്, എന്താ സെക്കൻഡറി മെറ്റബോലൈറ്റ്സ്. നിങ്ങൾ പ്ലാന്റ്സിന്റെ കേസിൽ അവിടെ മാറി നിൽക്കുക. നിങ്ങളൊക്കെ കേസിൽ മെറ്റബോൾസ് നടക്കുന്നുണ്ടല്ലോ. ഈ മെറ്റബോളിക് എൻ പ്രോഡക്റ്റിന് വിളിക്കുന്ന പേരാണ് എന്ത്? പ്രൈമറി മെറ്റബോലൈറ്റ്സ്. പക്ഷേ പ്ലാന്റ്സിന്റെ കേസിൽ, ഫംഗസിന്റെ കേസിൽ, മൈക്രോ ഓർഗാനിസത്തിന്റെ കേസിൽ ഇവരുടെ ബോഡിയിലൊക്കെ മെറ്റബോൾസ് നടക്കുമ്പോൾ പ്രൈമറി മെറ്റബോലൈറ്റ്സിന്റെ കൂടെ തന്നെ എന്തുണ്ടാവുന്നുണ്ട്? സെക്കൻഡറി മെറ്റബോലൈറ്റ്സ്. ഇതില്ലേ അവരുടെ നോർമൽ ഫിസിയോളജിക്കൽ ഫങ്ഷൻസിൽ ഇതിന് റോളില്ല, പക്ഷേ നമുക്കിതിന് യൂസ് ഉണ്ട്. അതെന്തൊക്കെയാണ് നമുക്കൊന്ന് പോയി നോക്കാം. മക്കളെ ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. നല്ല അടിപൊളിയായിട്ട് ഈ ബോക്സ് അങ്ങ് പഠിച്ചോ. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ ആളാരാ? പിഗ്മെന്റ്സ് അല്ലേ? പിഗ്മെന്റ്സിന് 2 എക്സാമ്പിൾസ് ഉണ്ട്, കരോട്ടിനോയിഡ്സ് ആൻഡ് ആന്തോസയാനിൻ. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇവിടെ ഒരു ആന്തപ്പൻ ചേട്ടനുണ്ട്. ഈ ആന്തപ്പൻ ചേട്ടന് കുറേ ക്യാരറ്റൊക്കെ കൃഷി ചെയ്തു. ആന്തപ്പച്ചേട്ടൻ ക്യാരറ്റൊക്കെ കൃഷി ചെയ്തപ്പോൾ ആന്തപ്പച്ചേട്ടൻ്റെ വൈഫ് പറഞ്ഞു, നോ വേണ്ട ഇതൊന്നും നടക്കില്ല, എല്ലാം കേടായിപ്പോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആന്തപ്പച്ചേട്ടൻ ഒന്നും കേട്ടില്ല. അങ്ങനെ ആന്തപ്പച്ചേട്ടൻ്റെ ക്യാരറ്റ് മൊത്തം നശിച്ചുപോയി. അവസാനം ആന്തപ്പച്ചേട്ടൻ പിഗ്ഗിനെ കൃഷി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പിഗ്ഗിനെ കൃഷി ചെയ്ത് പിഗ്ഗിന് എന്തോ അസുഖം വന്നു, അതും മരിച്ചുപോയി. അങ്ങനെ അങ്ങേർക്ക് മെൻ്റലായി. ആ ആന്തപ്പച്ചേട്ടന് സത്യം പറഞ്ഞാൽ ആന്തപ്പച്ചേട്ടൻ്റെ ഭാര്യയില്ലേ, ഒരു ജോളി ചേച്ചിനെ പോലത്തെ ചേച്ചി ആന്തപ്പച്ചേട്ടന് സയനൈഡ് കൊടുത്തിട്ട് ആന്തപ്പച്ചേട്ടനെ കൊന്നു കളഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം, പിഗ്ഗിനെ കൃഷി ചെയ്ത് മെൻ്റൽ വന്ന ചേട്ടനാണ്. പിഗ്മെന്റ്സ് ആണ്. പിഗ്മെന്റ്സിന് എക്സാമ്പിൾ ക്യാരറ്റ് കൃഷി ചെയ്തപ്പോൾ നോനോ പറഞ്ഞില്ലേ, കരോട്ടിനോയിഡ്സ്. ആന്തപ്പച്ചേട്ടൻ സയനൈഡ് കഴിച്ചാൽ മരിച്ചത് ആന്തോസയാനിൻ. കരോട്ടിനോയിഡ്സ് ആൻഡ് ആന്തോസയാനിൻ. പിഗ്മെന്റ്സിൽ 2 എക്സാമ്പിൾസ് കിട്ടിക്കഴിഞ്ഞു. അടുത്തത് നിങ്ങൾ നോക്കുക, ഒരാളുണ്ട്, ആളുടെ പേര് നന്ദു എന്നാണ്. ഈ നന്ദു ഒരു കുട്ടീനെ ഫോട്ടോ എടുത്തു. എന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് ചങ്ങായി മോർഫ് ചെയ്ത് വെച്ചു. ഓൻ ചെയ്ത് തെറ്റ് തന്നെ. എന്നിട്ട് മോർഫ് ചെയ്ത് വെച്ചിട്ട് ഇവൻ്റെ ഫോണിൽ ഇത് കോഡൊക്കെ ഉണ്ടാക്കിയിട്ട് കീപ്പ് ചെയ്ത് വെച്ചു. അങ്ങനെ ഇവൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നപ്പോൾ ഇവൻ പെട്ടെന്ന് ഇവൻ്റെ മെമ്മറി കാർഡ് ഊരിയിട്ട് അവിടെ ഇട്ടിട്ട് അവൻ വേഗം അവൻ്റെ പോക്കറ്റിൽ തന്നെ ഇട്ടിട്ട് അവൻ വേറെ ഡ്രസ്സ് ഇട്ടിട്ട് പോയി. അപ്പോൾ വീട്ടിൽ കളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നന്ദു എന്താ കാണുന്നതെന്ന് അറിയോ? നന്ദുവിൻ്റെ അമ്മ ഈ ഡ്രസ്സൊക്കെ എടുത്ത് ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുക. ചെക്കൻ കരച്ചലോ അലക്കല്ലോ അമ്മ അലക്കല്ലോ. നിങ്ങൾ നോക്കിക്കുക, അടുത്ത ആള് ആൽക്കലോയിഡ്സ്. മോർഫ് ചെയ്തു, കോഡാക്കി. മോർഫിനാൻ കൊഡീൻ. നാളെ തെറ്റിപ്പോരുത്. ആൽക്കലോയിഡ്സിന് എക്സാമ്പിൾ ആണ് മോർഫിനാൻ കൊഡീൻ. ഓക്കെ, അപ്പോൾ പഠിച്ച്. അടുത്ത ആള് നോക്കുക. അടുത്ത നിങ്ങൾക്ക് എന്തായാലും ബുദ്ധിമുട്ടൊന്നുമില്ല, ടെർപ്പിനോയിഡ്സ്. അപ്പം തന്നെ കിട്ടും മോണോടെർപ്പീൻ, ഡൈടെർപ്പീൻ. ഇതൊരിക്കലും മാച്ച് ചെയ്ത് ഫോളോയെങ്കിൽ ഒരു ബുദ്ധിമുട്ടൊന്നും വരാൻ പോകുന്നില്ല. അടുത്ത ആൾ നോക്കണം, എസെൻഷ്യൽ ഓയിൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ പുൽത്തൈലം, ലെമൺ ഗ്രാസ് ഓയിൽ, അതും നമുക്ക് കിട്ടും. അടുത്ത ആൾ നോക്കണേ, ടോക്സിൻസ്. നിങ്ങൾക്കൊരു കാര്യം അറിയാം, മലപ്പുറത്ത് കഴിഞ്ഞിടയിൽ ഒരു 3 വർഷങ്ങൾക്ക് മുന്നേ ഒരു സ്കൂളിൽ ഒരാൾ വിഷം ചേർത്തു. കുട്ടികളുടെ കഞ്ഞിപ്പോരയിൽ പോയിട്ട് അവിടുത്തെ കുട്ടികളുടെ കഞ്ഞിയിൽ വിഷം ചേർത്തിട്ടുണ്ടായിരുന്നു. ആളുടെ പേര് അബ്രിൻ എന്നായിരുന്നു. അബ്രിൻ വിഷം ചേർത്തത് കുട്ടികളുടെ ചോറിലാണ് അല്ലേ? നിങ്ങൾ നോക്കിക്കേ, വിഷം എന്ന് പറഞ്ഞാൽ ടോക്സിൻ അല്ലേ? ടോക്സിൻസ് ചേർത്ത ആളുടെ പേര് അബ്രിൻ. റൈസിലല്ലേ ചേർത്തത്? റൈസിൻ. ഓക്കെ, ഇത് റിസിൻ എന്നാണ് പ്രൊനൗൺസിയേഷൻ, പക്ഷേ നിങ്ങൾ റൈസിൻ എന്ന് പഠിച്ചാൽ മതി. ഓക്കെ, അബ്രിൻ. നമ്മളെ എക്സാം അല്ലേ, എൻട്രൻസ് എക്സാം അല്ല, നമുക്ക് ഒന്നും വേണ്ട, നമുക്ക് എന്ത് പ്രൊനൗൺസിയേഷൻ ഒന്നും അറിയണ്ട, നമുക്ക് കറക്റ്റായിട്ട് ആൻസർ കിട്ടിയാൽ മതി. അപ്പോൾ അബ്രിൻ, റൈസിൻ, ടോക്സിൻസ് കിട്ടിയല്ലോ. ടോക്സിൻസ് കഴിഞ്ഞ അടുത്ത ആളാരാ? ലെക്ടിൻസ്. ലെക്ടിൻസിൽ കഴിഞ്ഞ 2 തവണ എക്സാമിന് ചോദിച്ച കാര്യമാണ് ലെക്ടിൻ എക്സാമ്പിൾ. ഒരു ചങ്ങ ഉണ്ടായിരുന്നേ, സൗരവ് എന്നായിരുന്ന പേര്. ഇവൻ എപ്പോഴും ഇങ്ങനെ വലിക്കൂട്ടോ. ഇവൻ ഇങ്ങനെ വലിക്കുമ്പോൾ ഇവൻ്റെ അമ്മ വരുന്നുണ്ടോ ചങ്ങ ഇങ്ങനെ നോക്കും. അങ്ങനെ വലിച്ച് ചങ്ങയ്ക്കില്ലേ, അമ്മ ഒരു നോക്കി ഇവന് കോങ്കണ്ണ് വന്നു വലിച്ച് ചങ്ങായി ഫുള്ളേയാ. കോങ്കനാവലിൻ എ. എന്തോന്നാ കോങ്കനാവലിൻ? മാറിപ്പോരുത്, കോങ്കനാവലിൻ എ. ലെക്ടിൻ എക്സാമ്പിൾ ആണ് കോങ്കനാവലിൻ എ. പഠിച്ചില്ലേ? ഇനി അടുത്ത ആളാരാ? ഡ്രഗ്സ്. ഒരു ചങ്ങ ഉണ്ടായിരുന്നു. ഈ ഡ്രഗ്സ് നമുക്ക് നോക്കാം. നിങ്ങൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? ഒരു ചെങ്ങായി വേണ്ട, നമുക്ക് ഒരു പെങ്കൊച്ചിനെയാക്കാം, ക്രിസ്റ്റീന ചേച്ചി. ഈ ക്രിസ്റ്റീന ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചേച്ചി എന്തോന്നില്ല വിൻ ചെയ്ത് വന്നേക്കുക. അങ്ങനെ വിൻ ചെയ്ത സന്തോഷത്തിൽ ചേച്ചി, നിങ്ങൾ ന്യൂജൻ ടേമിൽ പറയില്ല, ബ്ലാസ്റ്റ് ചെയ്യുക, തകർക്കുക, അടിച്ചു പൊളിക്കുക അല്ലേ? അങ്ങനെ ബ്ലാസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഫ്രണ്ട്സിനെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ചേച്ചി എന്താ അറിയുക ഫ്രണ്ട്സിന് കൊടുക്കുന്നത്? കുർക്കുറയില്ലേ, കുർക്കുരയും മീൻകറിയും കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചോക്കിയ, കുർക്കുറയിൽ ഇങ്ങനെ മീൻകറി കൂട്ടി കഴിക്കുക, ഭ്രാന്താ. പക്ഷേ ഈ ചേച്ചി എന്ത് കൊടുത്തിട്ടുണ്ടെന്നറിയാം എല്ലാവർക്കും? ഡ്രഗ്സ്. തങ്ങോട്ട് കുത്തി വെച്ചാൽ പിന്നെ എന്ത് കുർക്കുറ മീൻകറി അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം, ഡ്രഗ്സിന് എക്സാമ്പിൾ ആണ്. വിൻ ചെയ്തു കൃഷ്ണ ചേച്ചി, വിൻ ക്രിസ്റ്റീൻ. അതിന്റെ സന്തോഷത്തിൽ ബ്ലാസ്റ്റ് ചെയ്തു, വിൻ ബ്ലാസ്റ്റീൻ. കുർക്കുറെ മീൻകറി, കുർക്കുമിൻ. വിൻ ക്രിസ്റ്റീൻ, വിൻ ബ്ലാസ്റ്റീൻ, കുർക്കുമിൻ. ഇവരൊക്കെ ആരാ? ഡ്രഗ്സ് ആണ്. ആൻഡ് ലാസ്റ്റ് വൺ, പോളിമറിക് സബ്സ്റ്റൻസ്. നിങ്ങളൊരു വായിൽ ഇങ്ങനെ ചോയും കെട്ടി ചവയ്ക്കുന്ന ആലോചിച്ച് നോക്കിയേ, ഒരു പച്ച കളറിലെ ചോയിങ്ക, ഗം അല്ലേ, ചോയിങ് ഗം. റബ്ബർ അല്ലേ സാധനം? റബ്ബർ, ഗം,
പച്ച കളറിൽ സെല്ലുലോസ്. അപ്പോൾ എല്ലാം കിട്ടി. പോളിമെറിക് സബ്സ്റ്റൻസ് റബ്ബർ, ഗം, സെല്ലുലോസ്, റബ്ബർ, ഗം, സെല്ലുലോസ്. അപ്പോൾ മക്കളെ ഉറപ്പായിട്ടും വരാൻ പോകുന്ന മെയ് 5-ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടുന്ന് കാണും. അപ്പോൾ മക്കൾ മറക്കരുത്. പല കുട്ടികളും പഠിച്ചു വെച്ചിട്ട് അവസാനം എല്ലാം മറന്നു. നിങ്ങൾ ചുമ്മാ ഇങ്ങനെ വേണ്ടാത്ത കുറച്ച് പേരൊക്കെ ഓർത്ത് വെച്ചിട്ട് അങ്ങ് പഠിച്ചാൽ മതി. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് കിട്ടണം. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ മിസ്സായി പോകരുത്. അപ്പോൾ മക്കളെ മെയ് 5 തകർക്കാൻ നോക്കുക. കാണാം.